ഗുഡ് മോർണിംഗ് ടു ഓൾ. അപ്പോൾ നമ്മൾ ഇന്ന് നമ്മുടെ 6th സെമസ്റ്ററിലെ ക്ലാസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്തു അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് പഠിക്കാനുള്ള മറ്റൊരു തിയറി സബ്ജക്റ്റായ ഇമ്പോർട്ടൻ്റ് ആയ ഒരു സബ്ജക്റ്റാണ് ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ സബ്ജക്റ്റ് കോഡ് എന്ന് പറയുന്നത് 6014 ആണ്. ക്രെഡിറ്റ് 5 ആണ് ക്രെഡിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ 5 ക്രെഡിറ്റ് ഉണ്ടെങ്കിൽ തന്നെ അത്യാവശ്യം നിങ്ങൾ ഇമ്പോർട്ടൻറ്റ് കൊടുക്കേണ്ട ഒരു സബ്ജക്റ്റ് തന്നെയാണ്. അപ്പോൾ നമ്മുടെ ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിങ്ങിൽ 4 മൊഡ്യൂൾസ് ആണുള്ളതിൽ അതിൽ ഫസ്റ്റ് മൊഡ്യൂൾ ഹൈവേ എഞ്ചിനീയറിംഗ്, പിന്നെ രണ്ടാമതായി നമുക്ക് പഠിക്കാനുള്ളത് ട്രാഫിക് എഞ്ചിനീയറിങ്ങും ദെൻ തേർഡ് മൊഡ്യൂൾ റെയിൽവേ എഞ്ചിനീയറിങ്ങും, പിന്നെ ഫോർത്ത് മൊഡ്യൂൾ എന്ന് പറയുന്നത് ബ്രിഡ്ജ് എഞ്ചിനീയറിംഗ്, അതുപോലെ തന്നെ ടണൽ എഞ്ചിനീയറിംഗ്, എയർപോർട്ട് ആൻഡ് ഹാർബർ. ഇത്രയും കാര്യങ്ങൾ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളതാണ് ഫോർത്ത് മൊഡ്യൂൾ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ 4 മൊഡ്യൂളുകളിലൂടെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള എല്ലാ മോഡ്സ് ഓഫ് ട്രാൻസ്പോർട്ടേഷനെ കുറിച്ചും നമ്മൾ പഠിക്കുന്നുണ്ട്. ട്രാൻസ്പോർട്ടേഷനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട്. ഇതിൽ ഫസ്റ്റ് മൊഡ്യൂൾ നമ്മൾ പറഞ്ഞല്ലോ ഹൈവേ എഞ്ചിനീയറിംഗ് ആണെന്ന്. അപ്പോൾ ഹൈവേ എഞ്ചിനീയറിംഗിൽ നമുക്ക് പഠിക്കാനുള്ളത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഫസ്റ്റ് ഓഫ് ഓൾ ഹിസ്റ്ററി ഓഫ് ഹൈവേ എഞ്ചിനീയറിംഗ് ഓർ റോഡ് ട്രാൻസ്പോർട്ടേഷൻ നമുക്ക് ഒന്ന് നോക്കാനുണ്ട്. അതുപോലെ തന്നെ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് റോഡ് ട്രാൻസ്പോർട്ട്, ദെൻ നമ്മൾ ഡിഫറെൻറ്റ് പ്ലാനിങ്സ്, അതായത് റോഡ് ഡെവലപ്മെൻറ്റ് പ്ലാനിങ്സ്, ഹിസ്റ്ററി കഴിഞ്ഞിട്ട് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റോഡ് ഡെവലപ്മെൻറ്റ് പ്ലാനിങ്സിനെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു റോഡ് കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ നമുക്കറിയാം, നമ്മളൊരു ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ പ്രീവിയസ് ആയി ഫസ്റ്റ് നമ്മൾ ചെയ്യുന്ന സ്റ്റെപ്പ് ഏതാണ്? നമ്മൾ സർവേ ആണ് ഫസ്റ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ റോഡ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുമ്പോഴും അതിൻ്റെ മുൻപിലായിട്ട് പ്രീവിയസ് ആയിട്ട് നമ്മൾ ആ സൈറ്റ് പോയി വിസിറ്റ് ചെയ്ത് റെക്കഗ്നൈസ് ആൻഡ് സർവേ ചെയ്ത് ബാക്കിയുള്ള ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഓരോ സർവേസൊക്കെ ചെയ്യാനുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിൽ പഠിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിൽ പഠിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ റോഡ് ജോമെട്രിക്സ് എന്ന ഒരു ടോപ്പിക്കാണ്. അതായത് റോഡ് ജോമെട്രിക്സ് എന്ന് പറഞ്ഞാൽ കമ്പോണൻറ്റ് പാർട്ട് ഓഫ് എ റോഡ് സ്ട്രക്ചർ. അതായത് റോഡ് നമുക്കറിയാം, അതിൻ്റെ ഡിഫറെൻറ്റ് കമ്പോണൻറ്റ് പാർട്ട്, അതായത് ഫുട് പാത്ത്, സൈക്കിൾ ട്രാക്ക്, പിന്നെ നടുവിലൂടെ നമ്മൾ റോഡിലൊരു വെള്ള ലൈൻ കാണില്ല, അതായത് മീഡിയൻസ്, ദെൻ കേർബ്സ്, അങ്ങനെ ഡിഫറെൻറ്റ് പാർട്സ് നമ്മൾ കാണാറുണ്ട്. അതിനെക്കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ട്. അതുപോലെ തന്നെ റോഡിൻ്റെ സ്ട്രക്ചർ നമ്മൾ ജസ്റ്റ് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ദെൻ നമ്മൾ ഹൈവേ സർവീസും, അതുകൂടാതെ നമ്മൾ പഠിക്കുന്ന ഹൈവേ സർവീസ് ആണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളതാണ് ഫസ്റ്റ് മൊഡ്യൂള്. പിന്നെ കൺസ്ട്രക്ഷനും വരുന്നുണ്ട്. ഇനി സെക്കൻഡ് മൊഡ്യൂൾ എന്ന് പറയുമ്പോൾ ട്രാഫിക് എഞ്ചിനീയറിംഗ് ആണല്ലോ. ട്രാഫിക് എഞ്ചിനീയറിംഗിൽ നമുക്ക് മെയിനായിട്ട് പഠിക്കാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ട്രാഫിക് സർവീസ് പഠിക്കാനുണ്ട്. ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സർവീസ് നമുക്ക് പഠിക്കാനുണ്ട്. അതുപോലെ തന്നെ റോഡ് കൺസ്ട്രക്ഷൻ, ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് റോഡ് കൺസ്ട്രക്ഷൻ നമ്മൾ മെയിനായിട്ട് നോക്കുന്നുണ്ട്. ദെൻ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഇൻ്റർസെക്ഷൻ ഓഫ് റോഡും, പിന്നെ സേഫ്റ്റി, അതുപോലെ തന്നെ ഇൻ്റർസെക്ഷനും അതുപോലെ സൈഡ് ഡിസ്റ്റൻസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ് ട്രാഫിക് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. ഇനി നമുക്കുള്ളത് നമ്മുടെ തേർഡ് മൊഡ്യൂളാണ്. തേർഡ് മൊഡ്യൂൾ ഏതാണ്? റെയിൽവേ എഞ്ചിനീയറിംഗ് എന്നുള്ള ടോപ്പിക്കാണ്. അതിൽ നമ്മൾ ഇമ്പോർട്ടൻസ് ഓഫ് റെയിൽവേസ് ആൻഡ് അതുപോലെ തന്നെ ഡിഫറെൻറ്റ് കമ്പോണൻറ്റ്സ് ഓഫ് റെയിൽവേസ്, അതായത് പെർമനൻറ്റ് വേ, സ്ലീപ്പേഴ്സ്, ബല്ലാസ്റ്റ്, റെയിൽ ഫാസ്റ്റനിങ്സ്, വെൽഡിങ് ഓഫ് റെയിൽ, അതിനെക്കുറിച്ചൊക്കെ നമ്മൾ നോക്കുന്നുണ്ട്. ദെൻ നമ്മൾ ലേയിങ് ആൻഡ് മെയിൻ്റനൻസ് ഓഫ് റെയിൽവേ ട്രാക്സ്, റെയിൽവേസ് നമ്മൾ നോക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ റെയിൽവേയിൽ വരുന്ന ഇൻ്റർസെക്ഷനും കേർവ്സും ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. പോയിൻറ്റ്സ് ആൻഡ് ക്രോസിങ് ഇതിൽ വരുന്നുണ്ട്. ദെൻ സ്റ്റേഷൻ യാർഡ്സുകളും നമുക്ക് വരുന്നൊരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. ഇനി ഫോർത്ത് മൊഡ്യൂൾ എന്ന് പറഞ്ഞാൽ അതുപോലെ തന്നെ റെയിൽവേ എഞ്ചിനീയറിംഗിൽ സിഗ്നൽസ് ആൻഡ് ഇൻ്റർലോക്കിങ് വരുന്നുണ്ട് കേട്ടോ. ഇതുപോലെ തന്നെ സിഗ്നൽസ് നമുക്ക് സയൻസ് ആൻഡ് സിഗ്നൽസ് നമുക്ക് ഫസ്റ്റ് മൊഡ്യൂളിൽ, അതായത് ഹൈവേ എഞ്ചിനീയറിംഗിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. ഇനി ബ്രിഡ്ജ് എഞ്ചിനീയറിംഗ് നമ്മൾ ഫോർത്ത് മൊഡ്യൂളിൽ ബ്രിഡ്ജ് എഞ്ചിനീയറിംഗ്, ടണൽ, എയർപോർട്ട്, ഹാർബർ, ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ പഠിക്കുന്നതാണ് നമ്മുടെ ഫോർത്ത് മൊഡ്യൂൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ എന്നുള്ള ഈ സബ്ജക്റ്റിൽ നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ നമ്മളെ സബ്ജക്റ്റ് തുടങ്ങുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ ഫോർത്ത് മൊഡ്യൂളിൽ നിന്നാണ് നമ്മളെ സബ്ജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക്
അത്യാവശ്യം ചെറിയ മൊഡ്യൂളാണ്. ചെറുതാണെങ്കിലും അതായത് പീരീഡ്സ് അലൗട്ട് ചെയ്തിരിക്കുന്നത് കുറച്ചാണെങ്കിൽ അത്യാവശ്യം ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കാനുണ്ട്. എന്നാൽ സെക്കൻഡ് മൊഡ്യൂളിൻ്റെ അത്രയ്ക്ക് വരും, തേർഡ് മൊഡ്യൂളിൻ്റെ അത്രയ്ക്ക് വലുതല്ല, വളരെ അതിനേക്കാളും ചെറിയ മൊഡ്യൂളാണ് ബ്രിഡ്ജ്, ടണൽ, എയർപോർട്ട്, ഹാർബർ. ഇതിനെക്കുറിച്ചൊക്കെ കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്താൽ നമുക്ക് ആ ടോപ്പിക്ക് അവിടെ വൈൻഡ് അപ്പ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഫോർത്ത് മൊഡ്യൂളിൽ നിന്നാണ്. അപ്പോൾ നമുക്ക് ഫോർത്ത് മൊഡ്യൂളിൻ്റെ ചെറിയൊരു ടോപ്പിക്ക് ഡിസ്കസ് ചെയ്തിട്ട് തുടങ്ങാം കേട്ടോ ക്ലാസ്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ബ്രിഡ്ജ് എഞ്ചിനീയറിംഗ്. ഇൻട്രൊഡക്ഷൻ. അപ്പോൾ നമുക്ക് എന്താണ് ബ്രിഡ്ജ് എന്ന് നോക്കാം. എ ബ്രിഡ്ജ് ഈസ് എ സ്ട്രക്ചർ ബിൽഡ് ടു സ്പാൻ physical obstacles such as body of water, valley or road for the purpose of providing passage over the obstacles. അപ്പോൾ ബ്രിഡ്ജ് എന്താണെന്ന് ഇപ്പോൾ ഡീറ്റെയിൽ ആയി പറയേണ്ട കാര്യമില്ല, എന്നാൽ നമുക്ക് ഡിഫിനിഷനിൽ പറഞ്ഞിട്ടുള്ളത് എന്താണെന്ന് നോക്കാം. അതായത് ചില ഫിസിക്കൽ ഓബ്സ്റ്റക്കിൾസ് ലൈക്ക് എനി വാട്ടർ ബോഡീസ് ഓർ വാലി ഓർ റോഡ്, അതിനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ക്രോസ് ചെയ്യാൻ വേണ്ടി ഒരു സ്പാനിൽ ബിൽഡ് ചെയ്തിട്ടുള്ള ഫിസിക്കൽ സ്ട്രക്ചറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ബ്രിഡ്ജ് എന്ന് പറയുന്നത്. ഇത് ആക്സസിന് വേണ്ടിയാണ് കോമൺലി നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്, അതായത് പാസേജിന്, പ്രൊവൈഡിങ് പാസേജ് ഓവർ ദ ഓബ്സ്റ്റക്കിൾസ്. അതായത് ഈ വാട്ടർ ബോഡിയോ അല്ലെങ്കിൽ വാലിയോ റോഡിൻ്റെ മുകളിലൂടെയൊക്കെ പാസേജ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്ന ഒരു സ്പാനുള്ള ഫിസിക്കൽ സ്ട്രക്ചറിനെയാണ് നമ്മൾ ബ്രിഡ്ജ് എന്ന് പറയുന്നത്. ദെൻ ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് സെലക്ഷൻ ഓഫ് എ സൈറ്റ് ഫോർ ബ്രിഡ്ജ്. അപ്പോൾ നമ്മൾ എന്ത് കൺസ്ട്രക്റ്റ് ചെയ്യുമ്പോഴും അതിനു മുമ്പ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് സർവേ ചെയ്യും. അപ്പോൾ ഈ സർവേ ചെയ്യുമ്പോൾ നമ്മൾ ഡിഫറെൻറ്റ് ഫാക്ടേഴ്സൊക്കെ കൺസിഡർ ചെയ്തിട്ടായിരിക്കും സർവേ ചെയ്യുക. അപ്പോൾ എന്തൊക്കെ ഫാക്ടേഴ്സാണ് ബ്രിഡ്ജിൻ്റെ സൈറ്റ് സെലക്ഷൻ ചെയ്യുമ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടതുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അത് ഏതൊക്കെയാണെന്ന് വെച്ചാൽ വിഡ്ത്ത് ഓഫ് ദി റിവർ, ദെൻ ഫൗണ്ടേഷൻ, റിവർ ബാങ്ക്സ്, മെറ്റീരിയൽ ആൻഡ് ലേബർ, വെലോസിറ്റി ഓഫ് ഫ്ലോ, ഫ്രീ ബോട്ട്, മിനിമം ഒബ്സ്ട്രക്ഷൻ ടു വാട്ടർ വേ, ആബ്സെൻസ് ഓഫ് സ്കോറിങ് ആൻഡ് സിൽറ്റിങ്. അപ്പോൾ ഈ ഫ്രീ ബോർഡ് ഒക്കെ നമ്മൾ ഇനി വരുന്ന ഓരോ ക്ലാസ്സുകളിൽ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എന്താണെന്ന് ഡിസ്കസ് ചെയ്യും. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ എന്തിന് ചെയ്യണം, ഒരു ബ്രിഡ്ജ് കൺസ്ട്രക്റ്റ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ സൈറ്റിൽ പോയി റെക്കഗ്നൈസ് ചെയ്തിട്ട് അതിനുള്ള ഫാക്ടേഴ്സ്, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ നോക്കേണ്ടത് മെയിനായിട്ട്. ദെൻ സ്റ്റേജസ് ഓഫ് ബ്രിഡ്ജ് ഇൻവെസ്റ്റിഗേഷൻ. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ സർവേ ചെയ്യണം ഫസ്റ്റ് ഓഫ് ഓൾ. അപ്പോൾ സർവേയുടെ സ്റ്റേജസ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ നമ്മൾ ഇപ്പോൾ റോഡ് കൺസ്ട്രക്റ്റ് ചെയ്യുമ്പോഴും നമുക്ക് ഈ സ്റ്റെപ്സൊക്കെ വരുന്നുണ്ട്. ഇനിയിപ്പോൾ ഒരു ബിൽഡിംഗ് കൺസ്ട്രക്റ്റ് ചെയ്യുകയാണെങ്കിൽ അവിടെയും നമ്മൾ 3 ടൈപ്സ് ഓഫ് സർവീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ബ്രിഡ്ജ് കൺസ്ട്രക്റ്റ് ചെയ്യുമ്പോൾ അതിനു മുമ്പ് നമുക്ക് കൺസിഡർ ചെയ്യേണ്ടത് ഏതൊക്കെയാണെന്ന് നോക്കാം. റെക്കഗ്നൈസ് സ്റ്റേജ്, ദെൻ അതായത് റെക്കഗ്നൈസ് സർവേ or preliminary stage of preliminary survey, detailed survey and project report. Then recognize and survey. അപ്പോൾ recognize and surveys എന്താണെന്ന് നമുക്ക് നോക്കാം. This is a pre-feasibility study which studies the entire reach of the river that must be crossed to find out best and suitable position for bridge location. അപ്പോൾ നമ്മൾ റെക്കഗ്നൈസ് സർവേ എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ട കാര്യമില്ല. പക്ഷേ കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ സർവേ ക്യാമ്പ് ചെയ്ത കുട്ടികളാണ്, അതുപോലെ തന്നെ സർവേ നിങ്ങൾ കഴിഞ്ഞ സെമിലൊക്കെ പഠിച്ചതാണ്. അപ്പോൾ റെക്കഗ്നൈസ് സർവേ എന്താണെന്ന് ഇവിടെ ഡീറ്റെയിൽ ആയി പറയേണ്ട ഒരു കാര്യമില്ല. നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങൾ ഫെമിലിയർ ആണ് റെക്കഗ്നൈസ് സർവേസ് എന്താണെന്ന് വെച്ചാൽ. അതുപോലെ തന്നെ ഈ 3 ടൈപ്പ് ഓഫ് സർവീസ് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്നതാണ്. അപ്പോൾ ഇതിന് നമ്മൾ പറയുന്നത് എന്ന് വെച്ചാൽ ഒരു പ്രീ ഫീസിബിലിറ്റി സ്റ്റഡി എന്നാണ് പറയുന്നത്. അതായത് നമ്മൾ അവിടെ പോയിട്ട് സൈറ്റ് പോയി കണ്ട് അവിടെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എടുത്ത് ഡീറ്റെയിൽ ആയി പഠിക്കുന്നതിനെയാണ്. അതുപോലെ തന്നെ ബ്രിഡ്ജ് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റിയ സൂട്ടബിളായ പൊസിഷൻ ഏതാണെന്നൊക്കെ നമ്മൾ നോക്കി സൈറ്റ് ചെന്ന് കണ്ട് മാർക്ക് ചെയ്ത് കീ പ്ലാനൊക്കെ ഉണ്ടാക്കി ചെയ്യുന്നതിനെയാണ് നമ്മൾ റെക്കഗ്നൈസ് ആൻഡ് സർവേ എന്ന് പറയുന്നത്. Then next point, the direct assessment of the site is made to understand the location features, that is local criteria, studying the existence and growth of traffic with the help of surveys, knowing information from the people residing, simple routes and shortcuts in the area, river flow and its spread are also studies. അപ്പോൾ നമ്മൾ റെക്കഗ്നൈസ് സർവേയിൽ സൈറ്റിൽ പോയിട്ട് എന്തൊക്കെ ഡീറ്റെയിൽസ് എടുക്കുന്നതെന്നാണ് ഈ പോയിന്റിൽ പറഞ്ഞിട്ടുള്ളത്. അതായത്
എക്സിസ്റ്റിംഗ് മോഡ്സ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ ഓർ എക്സിസ്റ്റിംഗ് ട്രാഫിക്, അതുപോലെ തന്നെ ഇനി ഫ്യൂച്ചറിൽ വരുന്ന ഗ്രോത്ത് ഓഫ് ട്രാഫിക് നമ്മൾ എടുക്കും ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സർവീസിൻ്റെ അടിസ്ഥാനത്തിൽ. അതുപോലെ തന്നെ അവിടെ താമസിക്കുന്ന ഡിഫറെൻറ്റ് പീപ്പിൾസിൽ നിന്നുള്ള റിവ്യൂസ് എടുക്കും. അതുപോലെ തന്നെ സിമ്പിൾ റൂട്ട്സ്, അവിടെ അവൈലബിൾ ആയിട്ടുള്ള സിമ്പിൾ റൂട്ട്സ് ഉണ്ടെങ്കിൽ നമ്മൾ അത് നോക്കും. അതുപോലെ തന്നെ നമ്മൾ ബ്രിഡ്ജിൽ ലൊക്കേറ്റ് ചെയ്യാൻ പറ്റിയ സിമ്പിൾ റൂട്ട് ഏതാണ്, ഷോർട്ട് കട്ട് ഏതാണെന്നൊക്കെ നമ്മൾ നോക്കും. അതുപോലെ തന്നെ നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ പറഞ്ഞ ഫാക്ടേഴ്സൊക്കെ ഇവിടെ നമ്മൾ സെലക്ട് ചെയ്യുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് സ്റ്റേജ് എന്ന് വെച്ചാൽ ഏതാ? പ്രിലിമിനറി സ്റ്റേജ് ആണ്. അപ്പോൾ പ്രിലിമിനറി സ്റ്റേജ് എന്ന് വെച്ചാൽ റെക്കഗ്നൈസ് സർവേ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ചെയ്യുന്ന ഒരു ഫാസ്റ്റ് ആൻഡ് സ്പീഡി സർവേനെയാണ് പ്രിലിമിനറി സർവീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പ്രിലിമിനറി സർവീസിൽ നമ്മൾ എന്തൊക്കെ ഡീറ്റെയിൽസ്, സിമ്പിൾ ഇൻസ്ട്രുമെൻറ്റ്സ് ആയിരിക്കും കോമൺലി പ്രിലിമിനറി സർവീസിൽ നമ്മൾ യൂസ് ചെയ്യുക. ഇനി അതിൽ നമ്മൾ എന്തൊക്കെ ഡീറ്റെയിൽസ് ആണ് കളക്ട് ചെയ്യുന്നത് എന്നതാണ് നോക്കുന്നത്. ഓക്കെ, ഏതൊക്കെ ഡീറ്റെയിൽസ് ആണെന്ന് വെച്ചാൽ ദ ടോട്ടൽ ലെങ്ത് ഓഫ് ദ ബ്രിഡ്ജ്, ദ ലെങ്ത് ഓഫ് അപ്രോച്ചസ്, ഇഫ് detours are present, their respective savings, the anticipated volume of traffic, the distance to the nearby city or town from this site, expected bridge project period, the nature of stream flowing into the site. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്രിലിമിനറി സ്റ്റേജിലൂടെ, പ്രിലിമിനറി സർവേയിലൂടെ നമ്മൾ എടുക്കുന്നത്. അതുപോലെ തന്നെ ദ നേച്ചർ ആൻഡ് ബിഹേവിയർ ഓഫ് ദി സോയിൽ സ്ട്രാറ്റ ഫോർ ഫൗണ്ടേഷൻ, ദ കൺസ്ട്രക്ഷൻ പ്രോബ്ലംസ് എക്സിസ്റ്റിംഗ് വിത്ത് ബ്രിഡ്ജ് ആൻഡ് അപ്രോച്ചസ്, മെയിൻ്റനൻസ് ഓഫ് ദി ബ്രിഡ്ജസ് ഓർ അപ്രോച്ചസ് ഇഫ് എനി, the internal rate of return or the cost of benefit ratio, the impact of the environment. Then നെക്സ്റ്റ് സർവേ ഏതാണെന്ന് വെച്ചാൽ ഡീറ്റെയിൽഡ് സർവേ ആൻഡ് പ്രോജക്റ്റ് റിപ്പോർട്ടാണ്. അപ്പോൾ ഡീറ്റെയിൽഡ് സർവേ എന്ന് വെച്ചാൽ നമ്മൾ പ്രിലിമിനറി സർവേ കഴിഞ്ഞിട്ട് ചെയ്യുന്ന എല്ലാ സർവേയിങ് ഇൻസ്ട്രുമെൻ്റ് ഉപയോഗിച്ച് ചെയ്യുന്ന ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ചെയ്യുന്ന സർവേസിനെയാണ് ഡീറ്റെയിൽഡ് സർവേ എന്ന് പറയുന്നത്. അപ്പോൾ ഡീറ്റെയിൽഡ് സർവേ എന്താണെന്ന് പോയിന്റ് നോക്കാം. The stage is the final stage of planning in the bridge construction. Therefore, the commencement of the construction work, full investigation from the route is taken and documented. The investigation conducted are, അപ്പോൾ ഏതൊക്കെ ഡീറ്റെയിൽസാണ് നമ്മൾ എടുക്കുന്നത് വെച്ചാൽ, ഏതൊക്കെ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഗ്രൗണ്ട് സർവേ, സോയിൽ എക്സ്പ്ലോറേഷൻ, ഫൗണ്ടേഷൻ ഡീറ്റെയിൽസ്, ഹൈഡ്രോളജിക്കൽ ഡാറ്റ, മോഡൽ സ്റ്റഡീസ് ആൻഡ് അനാലിസിസ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ എന്തെടുക്കുന്നത്, ഡീറ്റെയിൽഡ് സർവേ എന്ന് എടുക്കുന്നത്. ഇനി നമുക്ക് ഓരോ ടേംസ് എന്താണെന്ന് നോക്കാം. ലെങ്ത് ഓഫ് ദി ബ്രിഡ്ജ്. അപ്പോൾ ഒരു ബ്രിഡ്ജിൻ്റെ ലെങ്ത് എന്ന് വെച്ചാൽ എന്താണെന്ന് നമുക്ക് നോക്കാം. ദ ലെങ്ത് ഓഫ് എ ബ്രിഡ്ജ് സ്ട്രക്ചർ വിൽ ബി ടേക്കൺ ആസ് ദ ഓവറോൾ ലെങ്ത് മെഷേർഡ് അലോങ് ദ സെൻട്രൽ ലൈൻ ഓഫ് ദ ബ്രിഡ്ജ് ഫ്രം എൻഡ് ടു എൻഡ് ഓഫ് ദ ബ്രിഡ്ജ് ഡെക്ക്. അതായത് ലെങ്ത് ഓഫ് ദി ബ്രിഡ്ജ് എന്ന് പറഞ്ഞാൽ ഓവറോൾ ലെങ്ത്, അതായത് ഒരു ബ്രിഡ്ജിൻ്റെ സെൻറ്റർ ടു സെൻറ്റർ എന്ന് നമ്മൾ മെഷർ ചെയ്യുന്ന ഓവറോൾ ലെങ്ത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ലെങ്ത് ഓഫ് ദി ബ്രിഡ്ജ് എന്ന് പറയുന്നത്. Then linear waterway. The linear waterway of a bridge shall be the length available in the bridge between the extreme edge or a water surface at the highest flood level, measured at a right angle to the abutment faces. അപ്പോൾ ലീനിയർ വാട്ടർവേ എന്ന് പറഞ്ഞാൽ ലെങ്ത് ഓഫ് ദി ബ്രിഡ്ജ് തന്നെയാണ്. അതിന് ലെങ്ത് ഓഫ് ദി ബ്രിഡ്ജിന് സിമിലർ ആണ്, എക്സെപ്റ്റ് ദ കേസ് ദാറ്റ് ദ ലെങ്ത് ഈസ് മെഷേർഡ് ഫ്രം ദ എക്സ്ട്രീം എൻഡ് ഓഫ് ദി ബ്രിഡ്ജ് ആണ്. നമ്മൾ ലെങ്ത് ഓഫ് ദി ബ്രിഡ്ജ് എന്ന് പറയുമ്പോൾ ഡെക്ക് ടു ഡെക്റ്റ് ആണ്, നമ്മൾ ബ്രിഡ്ജ് ഡെക്കിൽ നിന്ന് ആണ് നമ്മൾ മെഷർ ചെയ്തെങ്കിൽ ഇവിടെ എക്സ്ട്രീം എൻഡ് ഓഫ് ദി ബ്രിഡ്ജിൽ നിന്നാണ് നമ്മൾ മെഷർ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഹയസ്റ്റ് ഫ്ലഡ് ലെവൽ വെച്ചായിരിക്കും നമ്മൾ മെഷർ ചെയ്യുന്നത്. പിന്നെ റൈറ്റ് ആംഗിൾ ടു ദി അബട്ട്മെൻറ്റ് ഫേസ് ആയിരിക്കും. ദെൻ നാച്ചുറൽ വാട്ടർവേ. അപ്പോൾ നാച്ചുറൽ വാട്ടർവേ എന്താണെന്ന് നോക്കാം. ദ unobstructed area of the river or stream through which water flows at the bridge site is called natural waterway. അതായത് ബ്രിഡ്ജ് സൈറ്റിൽ വാട്ടർ, നാച്ചുറൽ റിവർ ഓർ നാച്ചുറൽ സ്ട്രീം ഫ്ലോ ചെയ്യുന്ന ആ പെർട്ടിക്കുലർ ഏരിയയാണ് നമ്മൾ നാച്ചുറൽ വാട്ടർവേ എന്ന് പറയുന്നത്. അതായത് ദ അൺഒബ്സ്ട്രക്റ്റഡ് ഏരിയ ഓഫ് ദി റിവർ ഓർ സ്ട്രീം ത്രൂ വിച്ച് വാട്ടർ ഫ്ലോസ് അറ്റ് ദ ബ്രിഡ്ജ് സൈറ്റ്. ബ്രിഡ്ജ് സൈറ്റിൽ നാച്ചുറൽ വാട്ടർ അൺഒബ്സ്ട്രക്റ്റഡ് ആയിട്ട് ഫ്ലോ ചെയ്യുന്ന ആ ഒരു പെർട്ടിക്കുലർ ഏരിയയാണ് നമ്മൾ നാച്ചുറൽ വാട്ടർവേ എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് ടേം എന്ന് വെച്ചാൽ എഫ്ലക്സ്. Due to construction of the bridge, there is a contraction in the waterway. അതായത് ബ്രിഡ്ജ് കൺസ്ട്രക്ഷൻ നടക്കുമ്പോൾ അവിടെ ഒരു വാട്ടർവേക്ക് ഒരു കോൺട്രാക്ഷൻ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. ദിസ് റിസൾട്ട് ഇൻ റൈസ് ഓഫ് വാട്ടർ ലെവൽ എബോവ് ഇറ്റ്സ് നോർമൽ ലെവൽ. അപ്പോൾ നമ്മൾ ബ്രിഡ്ജ് കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ കോഫർ ഡാം കൺസ്ട്രക്ട് ചെയ്തിട്ടായിരിക്കും ചെയ്യുക. അപ്പോൾ അതെന്ത് ചെയ്യും, നോർമൽ വാട്ടർ ലെവലിൽ നിന്നും
വാട്ടർ ലെവൽ ഇൻക്രീസ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. വൈൽ പാസിങ് അണ്ടർ ദ ബ്രിഡ്ജ്, അതായത് ബ്രിഡ്ജിൻ്റെ അണ്ടറിലൂടെ പാസ് ചെയ്യുമ്പോൾ നോർമൽ വാട്ടർ ലെവലിൽ നിന്നും ഇൻക്രീസ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ദ റൈസ് ഇസ് നോൺ ആസ് എഫ്ലെക്സ്, അതായത് ബ്രിഡ്ജ് കൺസ്ട്രക്ട് ചെയ്തതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് അവിടെ വാട്ടറിന് ഒരു കോൺട്രാക്ഷൻ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതായത് ബ്രിഡ്ജിൻ്റെ ആ ഭാഗത്തൂടെ കടന്നു പോകുമ്പോൾ, അപ്പോൾ അങ്ങനെ കടന്നു പോകുമ്പോൾ എന്ത് ചെയ്യും, ആ വാട്ടർ നോർമൽ വാട്ടർ ലെവലിൽ നിന്നും ഇച്ചിരി ഹയർ ലെവലായിട്ടായിരിക്കും ഫ്ലോ ചെയ്യുക. ആ ഒരു റൈസിനെയാണ് നമ്മൾ എഫ്ലെക്സ് എന്ന് പറയുന്നത്. ദ നെക്സ്റ്റ് ടേം ഈസ് ഫ്രീ ബോർഡ്. അപ്പോൾ ഫ്രീ ബോർഡ് എന്താണെന്ന് നോക്കാം. ഫ്രീ ബോർഡ് അറ്റ് എനി പോയിന്റ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ഹയസ്റ്റ് ഫ്ലഡ് ലെവൽ ആഫ്റ്റർ allowing for efflux if any and the formation level of road embankment on the approaches the top level of guide buns at the point. അതായത് ഫ്രീ ബോർഡ് എന്ന് വെച്ചാൽ നമ്മൾ എഫ്ലെക്സ് എന്താണെന്ന് നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ ഈ എഫ്ലെക്സിൽ നിന്നും ഹയസ്റ്റ് ഫ്ലഡ് ലെവലിലുള്ള ആ ഒരു ഡിസ്റ്റൻസിനെ, ആ ഒരു ഏരിയ, ആ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ ഫ്രീ ബോർഡ് എന്ന് പറയുന്നത്. ഹയസ്റ്റ് ഫ്ലഡ് ലെവൽ ടു വാട്ടറിൻ്റെ സർഫസിലെ ബ്രിഡ്ജ് സൈഡിലൂടെ പാസ് ചെയ്യുമ്പോൾ ഇച്ചിരി പൊങ്ങുമെന്ന് നമ്മൾ പറഞ്ഞല്ലോ. ആ ഒരു ഹൈറ്റിനെയാണ് നമ്മൾ ഫ്രീ ബോർഡ് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് ടേം ഈസ് ലോ വാട്ടർ ലെവൽ. The low water level is the level of water surface obtained generally in the dry season. അതായത് ഡ്രൈ സീസണിൽ ബ്രിഡ്ജ് സൈറ്റിലൂടെ ഫ്ലോ ചെയ്യുന്ന വാട്ടറിൻ്റെ ലെവലിനെയാണ് നമ്മൾ ലോ വാട്ടർ ലെവൽ എന്ന് പറയുന്നത്. അത് കോമൺലി കുറവായിരിക്കുമല്ലോ വാട്ടർ ലെവൽ. ഇനി ഹയസ്റ്റ് ഫ്ലഡ് ലെവൽ ഓർ HFL, ഇറ്റ് ഈസ് ദ ലെവൽ ഓഫ് ദി ഹയസ്റ്റ് ഫ്ലഡ് എവർ റെക്കോർഡഡ് ഓർ ദ കാൽക്കുലേറ്റഡ് ലെവൽ ഫോർ ദ ഹയസ്റ്റ് പോസിബിൾ ഫ്ലഡ്. അതായത് ഒരു ഫ്ലഡ് ഉണ്ടായിട്ട് മാക്സിമം എത്ര ഹൈറ്റിൽ വെള്ളം പൊന്തിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഇനി എത്ര ഹൈറ്റിൽ പൊന്താനുള്ള ചാൻസ് ഉണ്ട്, മാക്സിമം ഹൈറ്റ് ഓഫ് ദി ഫ്ലഡ് ലെവലിനെയാണ് നമ്മൾ ഹയസ്റ്റ് ഫ്ലഡ് ലെവൽ എന്ന് പറയുന്നത്. ദി നെക്സ്റ്റ് ടേം ഈസ് എക്കണോമിക് സ്പാൻ. ദി സ്പാൻ ഫോർ വിച്ച് ദ ടോട്ടൽ കോസ്റ്റ് ഓഫ് ബ്രിഡ്ജ് സ്ട്രക്ചർ ഈസ് മിനിമം ഈസ് നോൺ ആസ് എക്കണോമിക് സ്പാൻ. അതായത് മാക്സിമം ടോട്ടൽ കോസ്റ്റ് റെഡ്യൂസ് ചെയ്ത് നമുക്ക് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റുന്ന എക്കണോമിക്സ് ഒരു സ്പാനിൽ നമ്മൾ ബ്രിഡ്ജ് കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ മാക്സിമം കോസ്റ്റ് റെഡ്യൂസ് ചെയ്ത് നമുക്ക് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റിയ സ്പാനിനെയാണ് നമ്മൾ എക്കണോമിക് സ്പാൻ എന്ന് പറയുന്നത്. ടോട്ടൽ കോസ്റ്റ് ഓഫ് ദ ബ്രിഡ്ജ് സ്ട്രക്ചർ മിനിമം ആയിരിക്കും. ദെൻ നെക്സ്റ്റ് ടേം ഈസ് വെർട്ടിക്കൽ ക്ലിയറൻസ്. ഇറ്റ് ഈസ് എ വെർട്ടിക്കൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഡിസൈൻ HFL വിത്ത് എഫ്ലെക്സ് ആൻഡ് ദ ലോവസ്റ്റ് പോയിന്റ് ഓഫ് ബ്രിഡ്ജ് സൂപ്പർ സ്ട്രക്ചർ. അതായത് ഈ വെർട്ടിക്കൽ ക്ലിയറൻസ് എന്ന് പറഞ്ഞാൽ ഡിസൈൻ ഹൈ ഫ്ലഡ് ലെവൽ വിത്ത് അഫ്ലെക്സോ, അതുപോലെ തന്നെ ലോവൽ പോയിന്റ് ഓഫ് ദ ബ്രിഡ്ജ് സൂപ്പർ സ്ട്രക്ചറിൻ്റെ ഏറ്റവും ലോവൽ പോയിന്റും തമ്മിലുള്ള ആ ഒരു വെർട്ടിക്കൽ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ വെർട്ടിക്കൽ ക്ലിയറൻസ് എന്ന് പറയുന്നത്. അതായത് ഇസ് ദ വെർട്ടിക്കൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഡിസൈൻ HFL വിത്ത് അഫ്ലെക്സ് ആൻഡ് ദ ലോവസ്റ്റ് പോയിന്റ് ഓഫ് ദ ബ്രിഡ്ജ് സൂപ്പർ സ്ട്രക്ചർ. അതായത് ബ്രിഡ്ജ് സൂപ്പർ സ്ട്രക്ചറിൻ്റെ ലോവസ്റ്റ് പോയിന്റും അതുപോലെ തന്നെ ഡിസൈൻ HFLും അല്ലെങ്കിൽ അഫ്ലെക്സും കൂടിയുള്ള ഒരു വെർട്ടിക്കൽ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ വെർട്ടിക്കൽ ക്ലിയറൻസ് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് ടേം ഈസ് സേഫ് പോസിബിൾ വെലോസിറ്റി. ഇറ്റ് ഈസ് ഡിപ്പെൻഡ് അപ്പോൺ ദ നേച്ചർ ഓഫ് സോയിൽ ബെഡ് ആൻഡ് ബാങ്ക്സ്. അത് കോമൺലി സോയിൽ ബെഡിനെയും ബാങ്കിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഇറ്റ് ഈസ് ദ വെലോസിറ്റി വിച്ച് ദ ബെഡ് ഓഫ് ദ റിവർ ക്യാൻ വിസ്റ്റാൻഡ് വിതൗട്ട് ബീയിങ് എക്സസീവ്ലി സ്കോർഡ്. അതായത് റിവർ ബെഡ് സ്കോർ ചെയ്യാതെ എത്രമാത്രം വെലോസിറ്റീനെ അഫോർഡ് ചെയ്യാൻ പറ്റുമെന്നതിൻ്റെ സേഫ് പോസിബിൾ വെലോസിറ്റി എന്ന് പറയുന്നത് ഒരു മിനിമം വെലോസിറ്റി ആയിരിക്കും. ഈ അപ് ടു ലിമിറ്റ്, ഈ ലിമിറ്റ് കഴിഞ്ഞാൽ പിന്നെ ഈ കൂടുതലാണെങ്കിൽ അവിടെ എന്തിനുള്ള ചാൻസ് ഉണ്ട്, സ്കോറിങ്, റിവർ ബെഡിൻ്റെ സ്കോറിങ്ങിനുള്ള ചാൻസ് ഉണ്ട്. ഇനി ഇവിടെ കൊടുത്തിരിക്കുന്നത് സേഫ് പോസിബിൾ വെലോസിറ്റിയാണ്. അതായത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സോയിലുള്ള സേഫ് പോസിബിൾ വെലോസിറ്റീസ് ആണ്. ക്ലേ സോയിലാണെങ്കിൽ 0.34 to 0.37 മീറ്റർ പെർ സെക്കൻഡും, സാൻഡി സോയിലാണെങ്കിൽ 0.4 to 1 മീറ്റർ പെർ സെക്കൻഡും, സോഫ്റ്റ് സ്റ്റോൺ ഓർ ഗ്രാവൽ ആണെങ്കിൽ 1 to 1.2 മീറ്റർ പെർ സെക്കൻഡും, മീഡിയം സ്ട്രാറ്റിഫൈഡ് സോൺ ആണെങ്കിൽ 1.8 to 2.1 മീറ്റർ പെർ സെക്കൻഡും, ദെൻ ഹെഡ് സ്റ്റോൺ ബെഡ് ആണെങ്കിൽ 3 to 3.6 മീറ്റർ പെർ സെക്കൻഡും ആയിരിക്കും. ഇനി നമ്മൾ ലാസ്റ്റ് ടേം എന്ന് വെച്ചാൽ സ്കോർ ഡെപ്ത് ആണ്. അപ്പോൾ സ്കോർ ഡെപ്ത് എന്താണെന്ന് വെച്ചാൽ നോക്കാം. Score occurs when the bed velocity of the stream exceeds the certain value which depend on the bed of the soil. Score depend on the river bed and exposes foundation. അപ്പോൾ സ്കോർ ഡെപ്ത് എന്താ, നമ്മൾ നേരത്തെ പറഞ്ഞു സ്കോറിങ് ഉണ്ടാവാനുള്ള ചാൻസ്. അതായത് സേഫ് പോസിബിൾ വെലോസിറ്റിയിൽ കൂടുതലായിട്ടുള്ള വെലോസിറ്റി വന്നാൽ അവിടെ റിവർ ബെഡിന് സ്കോറിങ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അത് കോമൺലി ബെഡിനെയും സോയിലിനെയും ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടായിരിക്കും ഇരിക്കുക.
അപ്പോൾ എത്രമാത്രം എക്സ്റ്റെൻഡിൽ സ്കോറിങ് നടക്കും എന്നുള്ളതാണ് സ്കോർ ഡെപ്തിൽ കാണിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്. ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഇതൊക്കെ ഡീറ്റെയിൽ ആയി അടയാളപ്പെടുത്തിയിട്ടുള്ള ഒരു ഫിഗറും കൂടി നമുക്ക് ഡിസ്കസ് ചെയ്യാം. എന്തായാലും ഇതിൻ്റെ ഫിഗർ ഞാൻ നിങ്ങൾക്ക് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാം. ഇതിൽ ഞാൻ ഷെയർ ചെയ്യാൻ വിട്ടുപോയതാണ്. നെക്സ്റ്റ് ക്ലാസ്സിൽ എന്തായാലും തരാം. അല്ലെങ്കിൽ ഞാൻ ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഫിഗർ ഞാൻ ഷെയർ ചെയ്ത് തരുന്നതായിരിക്കും. ക്ലിയർ ആയിട്ടുള്ള എല്ലാവരും നോട്ടിലോട്ട് അത് വരയ്ക്കണം. അതുപോലെ തന്നെ ഈ സബ്ജക്റ്റിന് എല്ലാവർക്കും ഒരു നോട്ട് എന്തായാലും നിർബന്ധമായിരിക്കണം. എല്ലാവരും നോട്ട് എഴുതണം. കാരണം ഇത് തിയറി സബ്ജക്റ്റ് ആണ്. നിങ്ങൾക്ക് ജസ്റ്റ് വായിച്ചാലൊന്നും മനസ്സിലാവില്ല. 1-2 പ്രാവശ്യം വായിച്ചാലും നിങ്ങൾക്കത് മൈൻഡിൽ നിൽക്കത്തുള്ളൂ. അപ്പോൾ എല്ലാവരും പിന്നെ അതുപോലെ തന്നെ ഒരുപാട് ഫിഗേഴ്സ് വരുന്ന ഒരു സബ്ജക്റ്റാണ് നമ്മുടെ ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും സ്വന്തമായ ഒരു നോട്ട് വേണം. നോട്ട് ഞാൻ അവസാനം സബ്മിറ്റ് ചെയ്യാൻ പറയുമ്പോൾ എല്ലാവരുടെ കയ്യിലും നോട്ട് ഉണ്ടായിരിക്കേണ്ടതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ നമ്മുടെ ക്ലാസ് സ്റ്റോപ്പ് ചെയ്യാം.